കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നല്ലൊരു സ്മോക്കി ചിക്കൻ പുലാവാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. വളരെ രുചിയേറിയ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ ഒരു പുലാവ് റെസിപ്പിയാണ് കേട്ടോ. നമ്മൾ അവസാനം ഇതൊന്ന് സ്മോക്ക് ചെയ്ത് എടുക്കുന്നതുകൊണ്ട് തന്നെ ഇതിൻ്റെ ചിക്കനും റൈസിനും ഒക്കെ നല്ലൊരു ഫ്ലേവറാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു അടിപൊളി ചിക്കൻ പുലാവ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. പുലാവ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ചിക്കൻ ക്ലീൻ ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട്. ബോണോട് കൂടിയിട്ടുള്ള ചിക്കൻ മീഡിയം പീസായിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഏകദേശം ഒരു 600-650 ഗ്രാമോളം ഉണ്ടാവും ഇത്രയും ചിക്കൻ. ഇനി ഈ ചിക്കൻ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കാം. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 1/4 ടീസ്പൂണിലും കുറച്ച് കൂടുതലായിട്ട് ഗരം മസാലപ്പൊടി, ഒരു 1/4 ടീസ്പൂൺ വരെ ചെറിയ ജീരകത്തിൻ്റെ പൊടി, പിന്നെ കുറച്ച് ഏലക്കായ് പൊടിച്ചത്, അതൊരു 2-3 നുള്ളു മതിയാവും. പിന്നെ ഒരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീര് ചേർക്കുന്നുണ്ട്. ഒരു 2 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് ചേർക്കാം. 4 ടേബിൾ സ്പൂൺ തൈര്. നല്ല പുളിയുള്ള തൈരാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ ചേർത്താൽ മതി. ഇതിപ്പോൾ അധികം പുളിയില്ലാത്ത തൈരാണ്. പിന്നെ ചേർക്കുന്നത് 2 ടേബിൾ സ്പൂൺ ഓയിലാണ്. ഞാൻ ഒലീവ് ഓയിലാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ കുറച്ച് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് എല്ലാം കൂടി ചിക്കനിലേക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഉപ്പ് ഞാൻ ഏകദേശം ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് നമുക്കിത് കുറച്ച് സമയം ഒന്ന് അടച്ച് വെച്ച് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കണം. അപ്പോൾ ഞാനിത് ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അടച്ച് വെക്കുകയാണ്. ഒരു അരമണിക്കൂർ വരെയൊക്കെ വെക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പുലാവ് തയ്യാറാക്കാം. അതേസമയം തന്നെ ഞാനിവിടെ ഒരു 2.5 കപ്പ് ബസ്മതി റൈസും കൂടി കുതിർത്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നല്ലതുപോലെ കഴുകിയിട്ടാണ് കേട്ടോ കുതിർത്ത് വെച്ചിരിക്കുന്നത്. ഇതും ഒരു അരമണിക്കൂർ ഇങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ചിക്കൻ മാരിനേറ്റ് ചെയ്തിട്ട് അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ ഇനി നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മൾ ഏത് പാത്രത്തിലാണോ പുലാവ് തയ്യാറാക്കുന്നത് അതിൽ തന്നെയാണ് കേട്ടോ ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 4-5 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കഷ്ണങ്ങൾ വെച്ച് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കുറച്ച് വലിയ പാത്രം എടുക്കുകയാണെങ്കിൽ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ തന്നെ നമുക്ക് പുലാവും തയ്യാറാക്കാം. നമ്മൾ 1 പോട്ട് പുലാവാണ് തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങൾ മുഴുവനും ഇതിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ മാരിനേറ്റ് ചെയ്ത മസാല കുറച്ച് ഇതിൽ ബാക്കിയുണ്ട്. അത് കളയേണ്ടത് നമുക്ക് റൈസിൽ ചേർക്കാം. അതുകൊണ്ട് അത് മാറ്റി വെക്കാം. അപ്പോൾ ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇതുപോലെ ഒരു ഭാഗം ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. തിരിച്ചിട്ടതിന് ശേഷം മറ്റേ വശവും കൂടി നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാം. അതുപോലെ തന്നെ വേവാത്ത ഭാഗങ്ങളൊക്കെ നോക്കിയിട്ട് ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. കാരണം ഈ ചിക്കൻ പിന്നെ നമ്മൾ വേവിക്കുന്നൊന്നുമില്ല. അപ്പോൾ ഇതാ നല്ലതുപോലെ മൊരിഞ്ഞ് വന്നിട്ടുണ്ട് 2 വശവും. ഇനി നമുക്കിതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇതേ എണ്ണയിൽ തന്നെയാണ് നമ്മൾ പുലാവ് തയ്യാറാക്കുന്നത്. ചിക്കൻ കഷ്ണങ്ങൾ ഇവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ എണ്ണയിലേക്ക് ഞാൻ 1 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്തിട്ടൊന്ന് പൊട്ടിച്ചെടുക്കുകയാണ്. പിന്നെ ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ വരെ കുരുമുളക് ചേർക്കാം. ഒരു കറുത്ത ഏലക്കായ് ചേർക്കുന്നുണ്ട്. അതുണ്ടെങ്കിൽ ചേർക്കുക, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. 2 ബേ ലീവ്സ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഈ സ്പൈസസ് എല്ലാം കൂടി എണ്ണയിൽ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് 2 ചെറിയ സവാള നേരിയതായിട്ട് അരിഞ്ഞതാണ് ചേർക്കുന്നത്. അപ്പോൾ വലിയ സവാളയാണെങ്കിൽ ഒരെണ്ണം മതിയാവും കേട്ടോ. ഇതിപ്പോൾ ചെറുതാണ്. സവാള ചേർത്തതിന് ശേഷം കുറച്ചധികം സമയം എടുത്തിട്ട് തന്നെ നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നമ്മൾ ബിരിയാണിക്കൊക്കെ ഫ്രൈ ചെയ്യുന്നുണ്ടല്ലോ, അതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് മാറുന്നത് വരെ ഫ്രൈ ചെയ്യണം. എങ്കിൽ മാത്രമേ നല്ല ടേസ്റ്റ് കിട്ടുള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, സവാള നല്ല ഡാർക്ക് ബ്രൗൺ കളറായി മാറിയിട്ടുണ്ട്. ഇത്രയും തന്നെ ഫ്രൈ ചെയ്തെടുക്കാൻ ശ്രദ്ധിക്കുക, എങ്കിലേ നമ്മുടെ പുലാവ് നല്ല രുചി ഉണ്ടാവുള്ളൂ. അപ്പോൾ സവാള റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ചേർക്കാം. പിന്നെ കുറച്ച് പെരിഞ്ജീരകത്തിൻ്റെ പൊടി, ഏകദേശം 1/2 ടീസ്പൂൺ വരെ പെരിഞ്ജീരകം പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ നേരത്തെ മസാല ബാക്കി വെച്ചില്ല, മാരിനേറ്റ് ചെയ്ത ആ ഒരു മസാല, അത് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടി തൈര് നമുക്കിതിലേക്ക് ചേർക്കണം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ കൂടി തൈരും പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ട്. അപ്പോൾ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്തത്. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടങ്ങ് മിക്സ് ചെയ്തെടുക്കാം. ഒരു 2-3 മിനിറ്റ് എടുത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനൊരു 3 മിനിറ്റോളം ഇതുപോലെ നന്നായിട്ട് ഇളക്കി എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളമാണ്. അപ്പോൾ നമ്മൾ 2.5 കപ്പ് ബസ്മതി റൈസാണ് എടുത്തത്. അപ്പോൾ 1 കപ്പിന് 1.5 കപ്പ് എന്നുള്ള രീതിയിൽ ഞാനിവിടെ എടുത്തിരിക്കുന്നത് 3.25 കപ്പ് വെള്ളമാണ് കേട്ടോ. അത് നന്നായിട്ട് തിളപ്പിച്ചിട്ട് വേണം ഇതിലേക്ക് ഒഴിക്കാനായിട്ട്.
അപ്പോൾ നന്നായിട്ട് തിളപ്പിച്ച വെള്ളം ചേർത്തുകൊണ്ട് തന്നെ ഇനി തിളക്കാനൊന്നും വെയിറ്റ് ചെയ്യണ്ട. ഇതിപ്പോൾ തന്നെ നന്നായിട്ട് തിളക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ കുതിർത്ത് വെച്ച അരിയിലെ വെള്ളം മുഴുവനും കളഞ്ഞിട്ട് ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. അരി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് ഉപ്പ് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പ് കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിവിടെ അടച്ച് വെക്കാം. അരി ചേർത്തിട്ട് ഒന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഒന്നുകൂടി നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ ആകുമ്പോൾ മസാലയ്ക്ക് എല്ലാ ഭാഗത്തും ഒരുപോലെ അങ്ങ് എത്തും. അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഉണ്ടല്ലോ, ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ, അത് ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുക. ഒന്ന് നിരത്തി വെച്ചതിന് ശേഷം വീണ്ടും അടച്ച് വെക്കുക. ഇനി ഇതിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം നല്ലോണം കുറച്ച് കൊടുക്കുക. ഫ്ലെയിം കുറച്ചിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ പുലാവ് റെഡിയാവും. ഒരു 9-10 മിനിറ്റ് ഒക്കെ ആകുമ്പോൾ ഞാനൊന്ന് തുറന്ന് നോക്കുകയാണ്. അപ്പോൾ ഇതിൽ റൈസൊക്കെ നല്ലതുപോലെ വെന്തിട്ടുണ്ട്, കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. അപ്പോൾ വീണ്ടും ഞാനിതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് നിരത്തി കൊടുത്തിരിക്കുകയാണ്. അതിനുശേഷം മുകളിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതൊന്ന് സ്മോക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനൊരു ചെറിയ സ്റ്റീൽ പാത്രം അതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ചാർക്കോൾ ഇവിടെ ഞാൻ കത്തിക്കാൻ വേണ്ടിയിട്ട് കുറച്ച് നേരത്തെ തന്നെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഒരു 5 മിനിറ്റോളം നല്ലതുപോലെ കത്തിച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മുടെ ഈ ഒരു സ്റ്റീൽ ബൗളിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് 1 ടീസ്പൂൺ വരെ നെയ്യാണെങ്കിൽ നല്ലോണം നമുക്ക് പുക കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തു. എന്നിട്ട് അപ്പം തന്നെ അടച്ച് വെക്കുക. പുക ഒട്ടും പുറത്ത് പോവാതെ അടച്ച് വെക്കുക. എന്നിട്ട് ഒരു 3 മിനിറ്റ് വരെ നമുക്കിതിങ്ങനെ ഒന്ന് സ്മോക്ക് ചെയ്തെടുക്കാം. അപ്പോഴാണ് നമ്മുടെ ആ റൈസിനും ചിക്കനും ഒക്കെ നല്ല സ്മോക്കി ഫ്ലേവർ കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ടാണ്. ഒരു 2-3 മിനിറ്റിന് ശേഷം നമുക്കിത് തുറന്ന് നോക്കാം. അത്രയും സമയം മതിയാവും. അപ്പോൾ ഇത് നമ്മുടെ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ഫ്ലേവറൊക്കെ വന്നിട്ടുണ്ടാവും. അപ്പോൾ ഈ ചാർക്കോളും സ്റ്റീൽ ബൗളും ഇതിൻ്റെ മുകളിൽ നിന്ന് എടുത്ത് മാറ്റണം കേട്ടോ. അപ്പോൾ ആദ്യം നമുക്കിത് അടുപ്പത്തു നിന്ന് മാറ്റാം. അതിനുശേഷം ഇത് ചൂടോടുകൂടെ തന്നെ നമ്മുടെ ചിക്കൻ പുലാവ് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മൾ വിളമ്പുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു സ്മോക്കി ഫ്ലേവർ കിട്ടും. അത്രയും നല്ലൊരു മണവും അതേപോലെ തന്നെ നല്ല രുചിയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കണം. പിന്നെ നമുക്ക് 1 പോട്ട് പുലാവ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ നല്ല എളുപ്പമാണെന്ന് അറിയാമല്ലോ. ഒരു പാത്രം മാത്രമേ വേണ്ടുള്ളൂ. നമുക്ക് 2-3 പാത്രമൊക്കെ എടുത്ത് ചെയ്യാമെന്നൊക്കെ പറയുമ്പോഴാണ് പൊതുവെ മിക്ക ആൾക്കും മടി വരിക. ഇതിപ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ തന്നെ എല്ലാം കൂടി തയ്യാറാക്കി എടുക്കാം. സിമ്പിളായിട്ട് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. വീഡിയോ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അതുപോലെ തന്നെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. Thank you.